ചെങ്ങന്നൂരിൽ ഫാർമസി ജീവനക്കാരിയെ കബളിപ്പിച്ച് യുവാവ് പണം അപഹരിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പ്രവർത്തിക്കുന്ന ഫാർമസിയിലെത്തിയ യുവാവാണ് ഉടമയുടെ സുഹൃത്താണെന്ന വ്യാജേന പണം വാങ്ങി കടന്നു കളഞ്ഞത്. വളരെ തിരക്കുപിടിച്ച സമയത്തായിരുന്നു സംഭവം. മാന്യമായ വേഷത്തോടെയാണ് യുവാവ് ഫാർമസിയിലെത്തിയത്. മാസ്ക് വെച്ചിരുന്ന യുവാവ് ഫാർമസി ഉടമയുടെ സുഹൃത്താണെന്നും ഫോണിൽ സംസാരിക്കുന്നത് ഉടമയോടാണെന്നും ജീവനക്കാരിയെ തെറ്റിദ്ധരിപ്പിച്ചു. തുടർന്ന് 2500 രൂപ കൈക്കലാക്കി. ഉടമ വന്നതിന് ശേഷമാണ് തട്ടിപ്പ് മനസ്സിലായത്. ഇന്നലെ ഒരു 4 മണി കഴിഞ്ഞ് എവിടെയാണെങ്കിൽ ഒരാൾ വന്നിരുന്നു. മാസ്ക് ഇട്ടിട്ട പുള്ളിക്കാരെ വന്നേ. അപ്പൊ സാറിനെ അറിയുന്ന രീതിയിലായിരുന്നു സംസാരിച്ച്. കുറെ നേരം എൻ്റെ അടുത്ത് സംസാരിച്ച് മരുന്ന് എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട്, അത് കൊണ്ടുവരും. അശോകൻ എന്ന് പറയുന്ന ഒരാൾ വരും, കുറച്ച് പൈസ ഏൽപ്പിക്കും, അത് വാങ്ങിക്കണം. അപ്പൊ സാറിനെ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു വിളിക്കണ്ട, ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ തന്നെ ഫോൺ എടുത്ത് വിളിച്ചു. അങ്ങനെ സാറിനെ വിളിക്കുന്ന പോലെ കുറെ നേരം ആക്ട് ചെയ്ത്, സാറാണോ എന്ന് എനിക്കറിയില്ല, സാറിനെ വിളിച്ചോണ്ട് കുറെ നേരം സംസാരിച്ചു. അപ്പൊ എനിക്ക് കുറെ കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കൊടുക്കുന്നതിനനുസരിച്ച് ഇയാൾ ധൃതി പിടിപ്പിച്ചോണ്ടിരിക്കുക. അപ്പം പൈസ ഒരു 2800 രൂപ അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു, അങ്ങോട്ട് പുള്ളിക്കാരൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്നേരം പൈസ എടുത്തു കൊടുത്തു. എന്നിട്ട് ആ കസ്റ്റമർ പോയപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു സാറിന് അറിയില്ല. അപ്പം ഞാൻ ഇവിടെ ഒരു കസ്റ്റമർ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അയാളെ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അയാൾ അങ്ങ് പോയി എന്ന് പറഞ്ഞു. എങ്ങോട്ടോ പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സാറിനെ വിളിച്ച് പറയുമ്പോൾ പിന്നെ സാറ് വന്നു. പിന്നെ വൈകുന്നേരം കേസ് കൊടുത്തു. ഫാർമസിയിലെ ക്യാമറയിൽ മുഖം കൊടുക്കാതെ മാറി നിൽക്കാനും യുവാവ് ശ്രദ്ധിച്ചിരുന്നു. തട്ടിപ്പ് മനസ്സിലായതോടെ പോലീസിൽ പരാതി നൽകി. മുമ്പ് സമാന രീതിയിൽ ഹരിപ്പാടും മോഷണം നടന്നിരുന്നു. ബോയ്സ് ഹൈസ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സ്ഥാപനത്തിലാണ് ഉടമയുടെ സുഹൃത്താണെന്ന് ധരിപ്പിച്ച് ജീവനക്കാരെ കബളിപ്പിച്ചത്. 3500 രൂപയാണ് അവിടെ നിന്നും തട്ടിയെടുത്തത്. ഇരു സംഭവങ്ങളിലും ഒരാൾ തന്നെയാണോ പ്രതിയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജനം, ആലപ്പുഴ.